ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ മീൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയാലോ. ഈ മീനിൻ്റെ പേര് ഞങ്ങളുടെ ഇവിടെയൊക്കെ വട്ടക്കണ്ണി പാര എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പേരാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിപ്പം 1/2 കിലോ മീനുണ്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട്. ഇച്ചിരി വലുതാണ്. ശരിക്കും ഇത് വറുക്കാനും നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മളിത് വറുക്കാനൊന്നും എടുത്തില്ല കേട്ടോ. അതിനും കൂടി തികഞ്ഞില്ല. അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒരിക്കലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ കഴുകി ഇടുന്ന ചട്ടിയിലേക്ക് കുറച്ച് പരലുപ്പ് ഞാനിങ്ങനെ വിതറി കൊടുക്കും. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. മീൻ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡും ആദ്യം കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി മാറ്റുവാണേ. അതിൻ്റെ സൈഡിലുള്ള ആ കൂർത്തിരിക്കുന്ന മുള്ളും കാര്യങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ആ ചെകിളയുടെ താഴെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, തലയുടെ താഴെ, അതുമൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. മീനൊക്കെ വൃത്തിയാക്കാൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അറിഞ്ഞുകൂടാത്തവരും കാണുമേ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് വലിച്ച് പൊളിച്ച് ഊരിയെടുക്കണം. അപ്പം എനിക്ക് കയ്യിൽ നഖം കുറവായിപ്പോയി കേട്ടോ. അപ്പോൾ നഖം ഇല്ലെങ്കിൽ ഇത് വലിച്ച് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരി വലിച്ചിങ്ങെടുക്കാം. അപ്പോൾ നമ്മൾ ചാള കട്ട് ചെയ്തിട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു ചാനലാകുമ്പോഴത്തേക്ക് വെജും നോൺ വെജും ഒക്കെ കാണിക്കണമല്ലോ. അപ്പം ചിലപ്പം ഇതേപോലെ ക്ലീൻ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിക്കേണ്ടി വരും. കാരണം ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരും കാണും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നതും. അപ്പം ഇതും അതുപോലെ തന്നെ. ഇതിൻ്റെ തലയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സ്വർണ്ണത്തിൻ്റെ വിലയാണ്. കളയാനൊന്നും ഇല്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലത്തെ സംഭവം. ഞാനിത് എൻ്റെ ചെറിയ പ്രായത്തിൽ പണ്ടങ്ങാണ്ട് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിയുടെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന്. ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും എൻ്റെ നാവിലിങ്ങനെ നിൽപ്പുണ്ട്. അന്ന് തൊട്ട് ഞാൻ ഇതേപോലെ പാര ഏത് കണ്ടാലും വട്ടക്കണ്ണി പാരയാണോ എന്ന് ചോദിക്കേ. അപ്പം ഇന്ന് എന്തായാലും നമ്മുടെ മീൻ കൊണ്ടുവരുന്ന രതീഷ് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനത്തെ മീനൊക്കെ അതാ ഫുള്ള് കട്ട് ചെയ്തു. അതിൻ്റെ പള്ളയുടെ അകവും ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ തല കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് കാണാൻ തന്നെ ഒരു ഭംഗി വേണം. എന്നിട്ടതിൽ പിന്നെ പള്ളയിലൊരു കറുത്ത സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കത്തിയുടെ മുനഭാഗം കൊണ്ട് ചുരണ്ടുകയും അല്ലാതെ നമ്മൾ കൈ കൊണ്ടൊക്കെ എടുത്ത് കളയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വറുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വറുക്കാൻ തികഞ്ഞില്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും കൊണ്ടുവരുമല്ലോ. അങ്ങനെ വട്ടക്കണ്ണി ടേസ്റ്റ് ആണെങ്കിലും എനിക്കൊരു പണി എന്ന് കേട്ടോ. ഈ നട്ടുച്ച സമയത്തുണ്ടല്ലോ രക്തം നിൽക്കത്തില്ല എന്നൊക്കെ പറയും. കൈ ഉയർത്തി വെക്കുന്നൊക്കെ അമ്മമാർ പറയാറുണ്ട്, തലയ്ക്ക് മേളിൽ വെക്കുന്നൊക്കെ. അപ്പം ഞാൻ അമ്മയൊക്കെ ചെയ്യുന്ന സ്ഥിരം പരിപാടിയുണ്ട്. അവരൊക്കെ പണ്ട് കൈ മുറിയുമ്പം വേറൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല, പെട്ടെന്ന് കാപ്പിപ്പൊടി എടുത്തങ്ങ് കൈ വയ്ക്കും. ഞാനും അതുപോലെ എടുത്തങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് അടുത്ത പണിയിലേക്ക് നടന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഞാൻ എന്തായാലും കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പച്ച അരച്ചാണ് വെക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് കൂടുതൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നല്ല വടുകന തേങ്ങയും കൂടി ചേർത്ത് അരച്ചിട്ട് ഇതേപോലെ ആ കഷ്ണത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് അരപ്പ് തിളയ്ക്കാനൊന്നും നിന്നില്ല. ഇത് നമ്മുടെ മുറ്റത്ത് നിന്ന പച്ചമുളകാണേ. നല്ല മുറ്റിയ മുളകാണ് കേട്ടോ. നല്ല പച്ചമുളകാണെങ്കിലും നല്ല എരിവും നല്ല ക്രാണ മണമൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമുള്ളൊരു മുളകായിരുന്നു. ഇനി അതും കൂടി ഇതിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങളെ നോവിക്കാതെ ഇങ്ങനെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടായിട്ട് കുറേ കൂട്ടുകാരിപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനത്തെ മീൻ കറിയൊക്കെ ഉണ്ടോ, അടുപ്പിൽ തന്നെ വെക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം തിള വരാറായി വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കഷ്ണങ്ങൾക്ക് നോവാത്ത മട്ടിൽ തവി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അടച്ച് വെക്കുമ്പം ഇച്ചിരി അങ്ങ് ഇടയിട്ടേക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല പഞ്ഞി പോലത്തെ കഷ്ണങ്ങളായുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് ഉലുവയും കൂടി താളിച്ചതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാൽ നല്ലതായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.